നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ മുൻ ജില്ലാ കളക്ടർ കൃഷ്ണതേജയെ പിന്തുണച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഉയർന്നുവന്ന ആരോപണങ്ങൾ വസ്തുതാപരമായി ശരിയല്ലെന്ന വിശദീകരണം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തൃശൂർ ACPക്ക് മൊഴി നൽകി കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. സ്വകാര്യ ബസ് ഉടമകൾക്ക് താക്കീതുമായി മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകൾ സമരം ചെയ്താൽ KSRTCയെ ഉപയോഗിച്ച് നേരിടുമെന്ന മുന്നറിയിപ്പ്. ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. പാലിയേക്കര ടോൾ ദുരിതത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി മാറ്റി. റാപ്പർ വേടനെതിരെ വീണ്ടും ലൈംഗികാതിക്രമ പരാതി. 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ജില്ലയിൽ പരക്കെ മഴ. മാളയിലും ദേശമംഗലത്തും വീടുകളുടെ മേൽക്കൂര തകർന്നു. ബീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ചിമ്മിനി ഡാം ചൊവ്വാഴ്ച തുറക്കും. വാർത്തകൾ വിശദമായി. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മുൻ തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജയ്ക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വ്യക്തത വരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ചില മാധ്യമങ്ങളിൽ അടുത്തിടെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം വസ്തുതാപരമായി അല്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശങ്കകളോ പരാതികളോ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം ഉചിതമായ നിയമ സംവിധാനങ്ങൾ വഴി പരിഹരിക്കേണ്ടതാണെന്നും ഡോക്ടർ യു രത്തൻ ഖേൽക്കർ പറഞ്ഞു. സംഘടിത വോട്ടുകൊള്ള നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെയും സഹോദരന്റെയും കുടുംബം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തിയത് വോട്ട് കൊള്ളയുടെ ഭാഗമായിട്ടാണെന്ന് TN പ്രതാപൻ പരാതി നൽകിയിരുന്നു. തുടർന്ന് തൃശൂർ ACPക്ക് മൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടിതമായ വോട്ട് കളവ് നടത്തിയതിൻ്റെ ആവശ്യമായ എല്ലാ രേഖകളും ഇന്ന് പോലീസിന് മുമ്പാകെ സമർപ്പിക്കേണ്ടായി. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും, അതുകൂടാതെ BJP RSS സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഘടിതമായ വോട്ട് കളവുണ്ട്. അതിനെല്ലാ എവിഡൻസും ഇന്ന് പോലീസിന് സമർപ്പിക്കാനിടയായി. അതുകൊണ്ട് സംഘടിതമായ വോട്ട് കളവിന് നേതൃത്വം കൊടുത്താൽ സുരേഷ് ഗോപി പാർലമെന്റ് അംഗത്വം രാജിവെക്കണം. അദ്ദേഹത്തിന്റെ സഹോദരന് 2 ഐഡന്റിറ്റികളുണ്ട്. തെളിയിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ളവർക്ക് 2 ഐഡന്റിറ്റിക്കാരുണ്ട്. 4 സുരേഷ് ഗോപിയുടെ വോട്ട് പാർലമെന്റ് ഇലക്ഷന് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് വെട്ടിമാറ്റിയെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോർപ്പറേഷൻ വോട്ടർ പട്ടികയിൽ സ്ഥിരതാമസം അവിടെയാണെന്ന് പറഞ്ഞ് വോട്ട് അവിടെ വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ അദ്ദേഹം നേരത്തെ 115 നമ്പർ ബൂത്തിൽ ചേർത്തിയ ഒരു വോട്ടും ഇവിടെ അദ്ദേഹം സ്ഥിരതാമസമാണെന്നുള്ളതിനെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. വ്യാജരേഖ ചമച്ചാണ് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ട് ചേർത്തിയതെന്ന് പ്രതാപൻ ആരോപിച്ചു. ഇതിന്റെ രേഖകളും തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വോട്ട് കൊള്ളയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് അന്നത്തെ UDF ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന താൻ നേരിട്ട് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നതിനെ തുടർന്നാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകിയത് എന്നും TN പ്രതാപൻ വ്യക്തമാക്കി. നമ്മുടെ രാജ്യം ജാഗരൂകമാകേണ്ട നിർണായകമായ ഒരു കാലഘട്ടമാണ് ഇതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തൃശൂരിൽ നടത്തിയ ജൻ അധികാർ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വടക്കേ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P ഇസ്മയിൽ, TP അഷ്റഫ് അലി, ഷിബു മീരാൻ, CA മുഹമ്മദ് റഷീദ്, PM അമീർ തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യം എന്ന പ്രവണതയെയും നിർബന്ധമാണ്. രണ്ടാമത്തേത് റൂൾ ഓഫ് ലോ, മൂന്നാമത്തേത് ക്രാറ്റോസ്. ജനാധിപത്യം എന്നത് ഒരു ഉദാത്തമായ സങ്കല്പമാണ്. ജനാധിപത്യം എന്നത് ഒരു വാഗ്ദാനമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ജനകീയ പ്രക്ഷോഭം ഉയരണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി പറഞ്ഞു.
സുരേഷ് ഗോപിയെ MP സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂരിൽ നടത്തിയ റീകോൾ പോളിംഗ് ബൂത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, RMP ജില്ലാ സെക്രട്ടറി PJ മോൻസി, മാധ്യമപ്രവർത്തകൻ I ഗോപിനാഥ്, കോൺഗ്രസ് മാധ്യമ വക്താവ് VR അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ബസ് ഉടമകൾക്ക് താക്കീതുമായി മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരം ചെയ്താൽ KSRTCയെ ഉപയോഗിച്ച് നേരിടും. 500 ലോക്കൽ ബസ്സുകൾ KSRTCയിലുണ്ട്. ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് വണ്ടി നിരത്തിലിറക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തൃശൂർ രാമനിലയത്തിലെത്തി ബസ് ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. അവരാദ്യം മത്സര ഓട്ടമൊക്കെ നിർത്തട്ടെ, ഒരു മത്സര ഓട്ടം നിർത്തണം. പിന്നെ ഈ കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ നാട്ടിലൊരു വഴക്കുണ്ടാക്കാൻ അവരും കുട്ടികളായിട്ട് ചർച്ച നടത്തിയാണ്. ട്രാൻസ്പോർട്ട് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ കുട്ടികളൊരു സമാധാനത്തിന് തയ്യാറായില്ല. അപ്പോൾ അവരെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. അതൊക്കെ നിങ്ങൾക്കറിയാം, ഇവരെ നിന്നൊക്കെ 5 രൂപ വെച്ചൊക്കെ വാങ്ങിക്കുന്നുണ്ട്, കൊടുക്കുന്നുമുണ്ട്. ആർക്കും ഒരു പരാതിയില്ല. ഇവരിത് ഒരു ഇഷ്യൂ ആക്കി സമരം ചെയ്യട്ടോ എന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാനാ? എന്നോട് ചോദിക്കുന്നത് അവർ സമരം ചെയ്യട്ടോ എന്ന്. ഞാൻ നിങ്ങൾ ചെയ്തു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓണക്കാലത്ത് ഓടിച്ചില്ലേ നമ്മൾ KSRTC 500 ബസ് കിടക്കും കേട്ടോ. KSRTCയിൽ 500 ബസ്, 500 മുതൽ 600 ബസ് KSRTCയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഡ്രൈവറെ വയ്ക്കുക, ഓടിക്കുക. ആ സമരം ചെയ്തോട്ട്. സമരം ചെയ്യുകയാണെങ്കിൽ ഈ KSRTC വണ്ടി മൊത്തം ഈ റോഡിലിറങ്ങും. KSRTCക്ക് ഇപ്പോൾ വാങ്ങിയ വണ്ടി കൂടാതെ ഇപ്പോൾ 1200 വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശരാശരി വർക്ക്ഷോപ്പിൽ കിടന്നിരുന്നത്, ഇടിച്ചും വർക്ക്ഷോപ്പിലുമായിട്ട്. പക്ഷേ ഇന്നത് 450 വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വണ്ടി ഞങ്ങളുടെ കയ്യിൽ സ്പെയർ ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാണ്. ഇടവേള. പൂരത്തിന്റെയും പുലിക്കളിയുടെയും നാടായ തൃശൂരിലെ ശക്തി തമ്പുരാന്റെ തട്ടകത്തിൽ ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ. ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ന്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. മണിക്കൂറുകൾ തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. പാലിയേക്കര ടോൾ ദുരിതത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. 150 രൂപ ടോൾ മുടക്കി എന്തിനാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ജനങ്ങൾ യാത്ര ചെയ്യേണ്ടത് എന്ന് കോടതി ചോദിച്ചു. 12 മണിക്കൂറോളം ഉണ്ടായ ഗതാഗത കുരുക്കിനെക്കുറിച്ച് മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും കോടതി ചൂണ്ടിക്കാട്ടി. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം. മഴ കാരണം അറ്റകുറ്റപ്പണി നടന്നില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. ഉപകരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതെന്നും ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും കരാർ കമ്പനി ആവശ്യപ്പെട്ടു. അപ്പീലിൽ വാദം പൂർത്തിയായതോടെ കേസ് വിധി പറയാൻ മാറ്റി. റാപ്പർ വേടൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചുവരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് ആദ്യ പരാതി. തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി ബന്ധം സ്ഥാപിച്ച വേടൻ ക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് രണ്ടാമത്തെ യുവതിയുടെ പരാതി. സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 2020-21 കാലഘട്ടത്തിലാണ് പരാതിയിൽ പറയുന്ന 2 സംഭവങ്ങളും നടന്നത്. അന്ന് വേടനെതിരായി 2 യുവതികളും മീടു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. നേരത്തെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നദികളിലും ഡാമുകളിലും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായാണ് നടപടി. ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടിയാണ് ഉയർത്തിയത്. ഇതോടെ ഷട്ടറുകൾ ആകെ 9 ഇഞ്ച് ഉയർത്തിയിട്ടുണ്ട്. മണലി, കുറുമാലി പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ തീരപ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ ചൊവ്വാഴ്ച തുറക്കും. സ്പിൽവേ ഷട്ടറുകൾ വഴി 3.52 ഘനമീറ്റർ വെള്ളം തുറന്നുവിടാനാണ് തീരുമാനം. രാവിലെ 10 ഷട്ടർ തുറക്കും. കുറുമാലിപ്പുഴയിൽ 5 മുതൽ 8 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. മാള പുത്തൻചിറയിൽ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. പുത്തൻചിറ പറയൻകുന്ന് തെങ്ങുംതുടിയിൽ റംലയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്താണ് വലിയ ശബ്ദത്തോടെ വീട് തകർന്നത്. ശബ്ദം കേട്ട് റംലയും മകളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ദേശമംഗലത്ത് ഉച്ചയോടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ദേശമംഗലം കറ്റുവെട്ടൂർ പുറശ്ശേരിപ്പടി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വീടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി. മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ ചാലക്കുടി പുഴയിലെ വെള്ളപ്പൊക്ക ഭീഷണി താൽക്കാലികമായെങ്കിലും ഒഴിവായി. ഞായറാഴ്ച കനത്ത മഴയിൽ പുഴയിലെ ജലനിരപ്പ് 5.86 മീറ്റർ വരെ എത്തിയിരുന്നു. എന്നാൽ തിങ്കളാഴ്ച അളവ് 5.18 മീറ്ററായി കുറഞ്ഞു. എന്നാൽ ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാമുകളുടെ അവസ്ഥയിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. പൊരിങ്ങൽകുത്ത് ഡാമിലെ 2 എമർജൻസി ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. ഷോളയാറിലാകട്ടെ 3 സ്പിൽവേ ഷട്ടറുകളും ഇതുവരെ അടച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ അപ്പർ ഷോളയാർ ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. വേലിയേറ്റം ഇല്ലാത്തതും ചാലക്കുടി പുഴയിലെ കണക്കൻകടവ് ബണ്ടിലെ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നു. തൃശൂർ, നെല്ലിക്കുന്ന്, രാമവർമ്മപുരം എന്നിവിടങ്ങളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകൾ കണ്ടെത്തി. ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസം പിടിച്ചെടുത്തു. കോർപ്പറേഷൻ വെറ്റിനറി സർജൻ ഡോക്ടർ വീണ അനിരുദ്ധന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. PHIമാരായ ജിബിൻ, അഞ്ജു എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃക്കൂർ ആദൂരിൽ വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. ആദൂർ തൃശൂക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 6-ന് ശേഷമായിരുന്നു സംഭവം. സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി 9-ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിലും അകത്തെ അലമാരയും പൂട്ട് തകർത്ത് തുറന്ന നിലയിലായിരുന്നു. അലമാരയിലിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരു അറയിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടൊപ്പം ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയ്. വീട്ടുകാർ സമീപത്തെ വീടുകളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു. ഇന്നലെ അമ്പലൊരു ഫിലിമിന് പോയി. ഫാമിലികളെല്ലാവരും പോയിണ്ടായിരുന്നു. 11:15 വന്ന തിരിച്ചെത്തിയപ്പോൾ തന്നെ മോഷണം നടന്നതിലുള്ള വിവരം വാതിൽ തുറന്ന് കിടക്കണപ്പോഴേ മനസ്സിലായി. അലമാരിയൊക്കെ തകർത്ത് കണ്ടപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ക്യാഷാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. TCV ന്യൂസ്, പുതുക്കാട്.
വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ നിന്നും വീണ് യുവാവിനെ ഗുരുതരമായി പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെയാണ് ട്രെയിനിന്റെ വാതിലിനരികിലിരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ എങ്കക്കാട് റെയിൽവേ ഗേറ്റിനു സമീപം യുവാവിനെ തെറിച്ചു വീണ നിലയിൽ കണ്ടത്. ട്രാക്കിനരികിലെ പുല്ലിനിടയിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ചേലക്കരയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. തൊണ്ണൂർക്കരയിലെ മാട്ടിങ്ങൽ ജനവാസ മേഖലയിലാണ് കൂട്ടമായി എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. മാട്ടിങ്ങൽ കുരിശുപള്ളിക്ക് സമീപമുള്ള കുണ്ടുകുളങ്ങര ബാബു തോമസ്, പാപ്പിള്ളിപ്പടി രാധാകൃഷ്ണൻ എന്നിവരുടെ കൃഷിസ്ഥലങ്ങളാണ് കാട്ടാനകൾ നാശം വിതച്ചത്. കഴിഞ്ഞ ദിവസവും 4 കാട്ടാനകളെ ഈ പ്രദേശത്ത് കണ്ടിരുന്നു. അസുരൻകുണ്ട് ഡാമിന്റെ ചെക്ക് പോസ്റ്റിന് സമീപം വരെ എത്തിയ ആനകൾ സംസ്ഥാന പാതയിലേക്കും ആറ്റൂർ മേഖലയിലേക്കും ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. കാട്ടാനശല്യം രൂക്ഷമായതോടെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ദേശഭേദങ്ങളില്ലാത്തവരാണ് കലാകാരന്മാരെന്ന് കലാമണ്ഡലം ഗോപി പറഞ്ഞു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേളകല സംഗീത സമിതിയുടെ 15ാമത് വാർഷികാഘോഷവും സുവർണമുദ്ര സമർപ്പണ ചടങ്ങും പൂനിലാർക്കാവ് ക്ഷേത്രമൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാകാരന്മാർക്ക് ഇന്ന നാടകമോ ഇന്ന രാജ്യമോ അങ്ങനെ ഒന്നുമില്ല. കലാകാരന്മാരെ, ആവശ്യക്കാരെ എവിടേക്കാണോ വിളിക്കുന്നത് അവിടെ ചെല്ലുക, എന്താണോ പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നൊക്കെയാണ്. പ്രഭാഷണങ്ങൾ കൊണ്ട് മലിനമായ സദസ്സുകളാണ് ഇന്നുള്ളതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ എഴുത്തുകാരൻ പായിപ്ര രാധാകൃഷ്ണൻ പറഞ്ഞു. ഒരു കുട്ടിക്ക് പേന സമ്മാനമായി കൊടുക്കുമ്പോൾ പോലും 10-20 പേരുടെ പ്രസംഗം കേൾക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വാക്കുകളല്ല മുദ്രകളും മേളവും ഒക്കെയാണ് നല്ലത്. കാരണം പ്രസംഗിച്ച് പ്രസംഗം കേട്ട് അതിന്റെ ഏറ്റവും വിരസതയും ഏറ്റവും വലിയ ആപത്തും അനുഭവിച്ച ഒരു ജനതയാണ്. ഒരു കൊട സമ്മാനമായി, ഒരു പേന ഒരു കുട്ടിക്ക് സമ്മാനമായി കൊടുത്തത് LP സ്കൂളിൽ കൊടുത്താൽ കുറഞ്ഞത് 22 പ്രസംഗമെങ്കിലും 10-30 പ്രസംഗമെങ്കിലും ജനപ്രതിനിധികളുടെ കേൾക്കണം നമ്മുടെ നാട്ടിൽ. ചടങ്ങിൽ മേളകല സംഗീത സമിതി പ്രസിഡന്റ് PM നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം ചെണ്ട കലാകാരൻ വിജിൽ മേനോന് കലാമണ്ഡലം ഗോപി സമ്മാനിച്ചു. പെരുവനം കുട്ടന്മാരാർ, കവി പുഴങ്കര സച്ചിദാനന്ദൻ,
ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ, ശുഗപുരം രാധാകൃഷ്ണൻ, കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറി TG അജോ, മേളകല സംഗീത സമിതി സെക്രട്ടറി കൊടകര ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. മുടിയേറ്റ് കലാകാരൻ വാരണാട്ട് നാരായണക്കുറുപ്പ്, ചെണ്ട കലാകാരൻ പൈങ്കുളം പത്മനാഭൻ നായർ, മൂർഖനാട്ട് ദിനേശ് വാര്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചികിത്സാ സഹായ വിതരണം, വിദ്യാഭ്യാസ അവാർഡ് ദാനം എന്നിവയുമുണ്ടായി. തുടർന്ന് തിരുവല്ല രാധാകൃഷ്ണൻ നയിച്ച ഗോപുരത്തിങ്കൽ പാണ്ടിമേളം അരങ്ങേറി. TCV ന്യൂസ്, കൊടകര. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ആരംഭിച്ച സാർവദേശീയ സാഹിത്യോത്സവം തുടരുന്നു. സാഹിത്യോത്സവത്തിന്റെ 2ാം ദിനം വിവിധ വേദികളിലായി സംവാദങ്ങളും സംഭാഷണങ്ങളും കലാപരിപാടികളും അരങ്ങേറി. ജനാധിപത്യവും ന്യൂനപക്ഷങ്ങളും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഫാത്തിമ തഹ്ലിയ തുടങ്ങിയവർ പങ്കെടുത്തു. KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പ്രധാന വേദിയിൽ MTയുടെ നോവലുകളെക്കുറിച്ചുള്ള ചർച്ചകളും പ്രഭാഷണങ്ങളും നടന്നു. 5 ദിവസങ്ങളായി നടക്കുന്ന സാഹിത്യോത്സവം 21-ന് സമാപിക്കും. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത KS ബാലഗോപാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബാലഗോപാലിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ വായിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ, മന്ത്രി KB ഗണേഷ് കുമാർ, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ എന്നിവർ പുതിയ അംഗത്തെ അനുമോദിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ KS ബാലഗോപാൽ കേരള കോൺഗ്രസ് B പ്രതിനിധിയാണ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പരാതി. ഇത് സംബന്ധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ മകൻ DMOയ്ക്ക് പരാതി നൽകി. ചുവന്നമണ്ണ് മേലേച്ചിറ സ്വദേശി മേക്കര വീട്ടിൽ വിനോദ് കുമാറാണ് DMOയ്ക്ക് പരാതി നൽകിയത്. ഇരുകാലുകളും തളർന്ന പിതാവ് കുഞ്ഞുമോനെ സോഡിയം കുറഞ്ഞതിനാൽ ഈ മാസം 13-ാം തീയതിയാണ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദീർഘനാളായി തളർന്ന് കിടപ്പിലായതോടെ രൂപപ്പെട്ട വ്രണം വൃത്തിയാക്കാൻ മരുന്നും പഞ്ഞിയും പുറമേ നിന്ന് വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിക്കുന്നതായി വിനോദ് കുമാർ പരാതിപ്പെട്ടു. ആദ്യം ചികിത്സ നിഷേധിച്ചപ്പോൾ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്ത് ഇടപെട്ടാണ് ചികിത്സ ലഭ്യമാക്കിയത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് യുവാവ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. കൈവിരലുകൾക്ക് മാരകമായ മുറിവുണ്ടായിട്ടും വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചില്ലെന്ന് ആരോപിച്ചാണ് വെള്ളിക്കുളങ്ങര കോടാലി സ്വദേശി ചക്കാലയ്ക്കൽ ബാബു പരാതിയുമായി എത്തിയത്. മരംവെട്ട് ജോലിക്കാരനായ ബാബുവിന് കഴിഞ്ഞ ജൂലൈ 22-നാണ് പരിക്കേറ്റത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിയ ഇയാളുടെ വിരലുകളിൽ പ്ലാസ്റ്റർ ഇട്ടെന്നും 7 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിശോധനയ്ക്ക് എത്തണമെന്നും നിർദ്ദേശിച്ചുവെന്ന് പറയുന്നു. എന്നാൽ വേദന കൂടിക്കൊണ്ടേയിരുന്നു. പിന്നീടും ഇതുതന്നെ ആവർത്തിച്ചപ്പോൾ മറ്റൊരു ആശുപത്രിയിൽ പോയ ഇയാളോട് ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്ന് ഡോക്ടർ പറയുകയായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് ചോദ്യം ചെയ്ത CPM കുഴൂർ ലോക്കൽ സെക്രട്ടറിയുടെ കാലിൽ കാർ കയറ്റിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. ഗുരുതിപ്പാല സ്വദേശി സുനിൽകുമാറിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. CPM കുഴൂർ ലോക്കൽ സെക്രട്ടറി TS പുഷ്പന്റെ പരാതിയിലാണ് വധശ്രമത്തിന് മാള പോലീസ് കേസെടുത്തത്. കുഴൂരിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. തിരുവല്ലുവാമല കണിയാർക്കോട് വില്ലേജ് ഓഫീസിൽ വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തി. 2024 മുതൽ പരാതികൾ തീർപ്പാക്കുന്നില്ല എന്ന ആക്ഷേപം കിട്ടിയതിനെ തുടർന്ന് തൃശൂർ വിജിലൻസ് DYSP ജിം പോളിന്റെ നേതൃത്വത്തിലാണ് മിന്നൽ പരിശോധന നടത്തിയത്. വിപീഷ്, ഗണേഷ്, SI ബൈജു, ഗസറ്റഡ് ഉദ്യോഗസ്ഥ ബസൂന എന്നിവർ നേതൃത്വം നൽകി. നിറകണ്ണുകളുടെയും കരഘോഷത്തിന്റെയും അകമ്പടിയോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരം ജസ്ന നിസാറിന്റെ കുടുംബം VR സുനിൽകുമാർ MLAയിൽ നിന്നും ഏറ്റുവാങ്ങി. പാമ്പുകടിയേറ്റ് ജസ്ന ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലാണ് അവാർഡ് പ്രഖ്യാപനം നടന്നത്. എന്നാൽ അവാർഡ് ലഭിച്ചത് അറിയാനോ അത് ഏറ്റുവാങ്ങാനോ ജസ്നയെ വിധി അനുവദിച്ചില്ല. കഴിഞ്ഞയാഴ്ച കോഴികൾക്ക് തീറ്റ നൽകാനായി വീട്ടുമുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് ജസ്നയെ അണലിപ്പാമ്പ് കടിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പ്രാർത്ഥനകളെയും പരിശ്രമങ്ങളെയും വിഫലമാക്കി ജസ്ന വിട പറയുകയായിരുന്നു. ജസ്നയെ തേടിയെത്തിയ അംഗീകാരത്തെ അഭിമാനപൂർവ്വമാണ് കുടുംബം ഏറ്റുവാങ്ങിയത്. ഉമ്മി വാങ്ങിക്കേണ്ടതാണ് ഞങ്ങളിപ്പോൾ വാങ്ങിക്കുന്നത്. എന്നാൽ കൂടി ഉമ്മിക്ക് എപ്പോഴും
ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു ചിന്തയുള്ള ആളായിരുന്നിട്ടുണ്ട് ഉമ്മി. ഞങ്ങളിത് വാങ്ങിക്കാൻ വരുന്നത് മനസ്സിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത് വാങ്ങിക്കാൻ വരുന്നത്. കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന കർഷക ദിനാഘോഷ ചടങ്ങിൽ ജസ്നയുടെ ഭർത്താവ് നിസാർ, മക്കളായ നാസിം, നഹ്ല, ജന്ന എന്നിവർ ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങി. ലോകമല്ലേശ്വരം വെസ്റ്റ് കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യയും വട്ടപ്പറമ്പിൽ പരേതനായ അബുവിന്റെ മകളുമാണ് ജസ്ന. 3 മക്കളിൽ ഒരാളായ ജന്നയെ 3 വർഷം മുൻപ് നഗരസഭയിലെ മികച്ച വിദ്യാർത്ഥി കർഷകയായി തിരഞ്ഞെടുത്തിരുന്നു. പുരയിടത്തിലെ പച്ചക്കറി കൃഷിക്ക് പുറമെ കോഴി വളർത്തലും മട്ടുപ്പാവിൽ പൂക്കൃഷിയും ജസ്ന നടത്തി വന്നിരുന്നു. സ്വന്തം ബ്രാൻഡായ ഓർഗാൻസോയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിച്ചിരുന്നു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. NTC മില്ലുകൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇറക്കുമതി നയത്തിൽ വന്ന മാറ്റമാണ് പൊതുമേഖലയിൽ പ്രവർത്തിച്ചിരുന്ന മില്ലുകളുടെ പ്രവർത്തനത്തെയും പ്രതിസന്ധിയിലാക്കിയത്. ഇതുമൂലം പല മില്ലുകളും പ്രവർത്തനം നിർത്തി. മില്ലുകൾ അടച്ച ശേഷം 10,000 വരുന്ന താൽക്കാലിക തൊഴിലാളികൾ പ്രതിസന്ധിയിലായി. ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്നും മില്ലുകൾ തുറന്നു പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 20-ന് മില്ലുകളുടെ പടിക്കൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ PV രാധാകൃഷ്ണൻ, OS രാജൻ, PV പ്രേംജിത്ത്, K ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സർക്കാർ ഓഫീസുകളിലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ്. എന്നാൽ തിരുവല്ലുവാമല ക്യാപ്റ്റൻ ലക്ഷ്മി ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഫയലുകൾ തന്നെയാണ് ജീവിതം. തൃശൂർ കളക്ടറേറ്റ്, കില, കുടുംബശ്രീ ജില്ലാ മിഷൻ, പഞ്ചായത്തുകൾ, കൃഷിഭവനുകൾ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസുകൾ തുടങ്ങി ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഓഫീസ് ഫയലുകളും പേപ്പർ പേന, നോട്ട്പാഡുകൾ തുടങ്ങി പ്രകൃതിക്ക് അനുയോജ്യമായ നിരവധി വസ്തുക്കൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. കൂടാതെ നെറ്റിപ്പട്ടം, തുണിസഞ്ചി, പേപ്പർ ഫ്ലവറുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിച്ചു നൽകി മാതൃകയാവുകയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ബേർഡ്സ് തിരുവല്ലാമല സ്കൂൾ. 38 കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലെ 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് തൊഴിൽ പരിശീലനവും അക്കാദമിക് പരിശീലനങ്ങളും നൽകുന്നത്. സമൂഹത്തിനു മുന്നിൽ വരുമാനം നേടി ജീവിക്കാൻ പ്രാപ്തരാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ ലഭിക്കുന്ന വരുമാനം മാസത്തിലൊരിക്കൽ ഇത് നിർമ്മിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെ നൽകാറുമുണ്ട്. ഇതിൽ മാത്രമല്ല, വർഷങ്ങളായി കലാകായിക മത്സരങ്ങളിൽ തൃശൂർ ജില്ലയിലെ ഓവറോൾ ചാമ്പ്യന്മാരുമാണ് ഇവിടുത്തെ കുട്ടികൾ. ഗ്രാമപഞ്ചായത്തിന്റെ പ്രൊജക്ട് ഫണ്ടും സുമനസ്സുകളായ നാട്ടുകാരുടെ സഹകരണവും കൊണ്ടാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ഇനിയും കുട്ടികൾക്ക് ആവശ്യമായ ഫിസിയോതെറാപ്പി, വിദ്യാർത്ഥികൾക്ക് ഒരു TV എന്നിവയെല്ലാം ആവശ്യമാണ്. സുമനസ്സുകളായ വ്യക്തികളുടെ സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. പഞ്ചായത്ത് പ്രൊജക്റ്റ് വെച്ചിട്ടാണ് ഈ സ്ഥാപനം തുടർന്നു കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നാട്ടുകാരിലെ വിവിധ സുമനസ്സുള്ള വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനിയും ഇതുപോലെ കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി, TV അതുപോലെയുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. പലരായി നാട്ടുകാരിൽ നിന്നും ഞങ്ങൾ അത്തരം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വികസനത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ TCV ന്യൂസ്, തിരുവല്ലാമല. അത്താണി ബൈപ്പാസ് പറമ്പായി റോഡ് നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. ജില്ലാ ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കുമുകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, CPM ലോക്കൽ സെക്രട്ടറി NG സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തികൾ നടത്തുന്നത്. കാണിപ്പയ്യൂരിൽ വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് ഹെൽമറ്റ് മോഷ്ടിച്ചു. കാണിപ്പയ്യൂർ സ്വദേശി ദീപുവിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിന്നാണ് മോഷ്ടാവ് ഹെൽമറ്റ് കവർന്നത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘം വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിൽ നിന്ന് ഹെൽമറ്റുമായി കടന്നുകളയുകയായിരുന്നു. മോഷ്ടാവ് ഹെൽമറ്റ് കവരുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പുരുഷ വിഭാഗം പോൾ വാൾട്ടിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KU യദുകൃഷ്ണ 2ാം സ്ഥാനം നേടി. ഇതോടെ സെപ്റ്റംബർ 9 മുതൽ പുതുച്ചേരിയിൽ നടക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ യദു യോഗ്യത നേടി. 2023 കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിൽ മുളംതണ്ട് ഉപയോഗിച്ച് പോൾ വാൾട്ടിൽ പങ്കെടുത്ത യദുവിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മാനിച്ച ഫൈബർ പോളുമായാണ് യദുകൃഷ്ണ മത്സരിക്കാൻ ഇറങ്ങിയത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. തൃശൂരിൽ നിന്നും വരികയായിരുന്ന ഗുരുവായൂർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാഞ്ഞാണി ഭാഗത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനുമായാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്.
അപകടത്തെ തുടർന്ന് കാഞ്ഞാണി പാവറട്ടി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടുവെങ്കിലും വൈകാതെ പുനഃസ്ഥാപിച്ചു. ഇനി വാണിജ്യം. ഇന്ത്യയിലെ മുൻനിര ആഭരണ ബിസിനസ് ഗ്രൂപ്പായ ജോസ്കോ ജ്വല്ലേഴ്സിന്റെ തൃശൂരിലെ നവീകരിച്ച ഗോൾഡ് ടവർ മെഗാ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാലസ് റോഡിലുള്ള ജോസ്കോ ജ്വല്ലേഴ്സിന്റെ നവീകരിച്ച ഗോൾഡ് ടവർ മെഗാ ഷോറൂം സിനിമാ താരം ഐശ്വര്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ജോസ്കോ ഗ്രൂപ്പ് എംഡിയും സിഇഒയുമായ ടോണി ജോസ് ഭദ്രദീപം തെളിയിച്ചു. സീനിയർ സെയിൽസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ രാജു ജോൺ, കോർപ്പറേറ്റ് ഓഫീസ് ജനറൽ മാനേജർ പ്രിൻസ് പയസ്, തൃശൂർ ഡിവിഷൻ ജനറൽ മാനേജർ സനോജ് പി ജോസ്, സീനിയർ പേഴ്സണൽ മാനേജർമാരായ AP ഉണ്ണികൃഷ്ണൻ, ആൻഡോ ഫ്രാൻസിസ്, KA സെബി, സെയിൽസ് ഹെഡ് KT സന്തോഷ്, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആഭരണ പ്രേമികൾക്ക് വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന അതിവിപുലവും ആകർഷകവുമായ ആഭരണ കളക്ഷനുകളും ഓഫറുകളും സമ്മാനങ്ങളും പാലസ് റോഡിലുള്ള നവീകരിച്ച ഗോൾഡ് ടവർ മെഗാ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ട്രെൻഡി, ലൈറ്റ് വെയ്റ്റ്, കാഷ്വൽ ആൻഡ് പാർട്ടി വെയർ ആഭരണങ്ങൾ, ഡെയിലി വെയർ കളക്ഷൻസ്, വെഡിംഗ് സെറ്റ്സ്, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് തുടങ്ങിയ ആഭരണങ്ങളുടെ അത്യാകർഷകമായ കളക്ഷൻസാണ് ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിന സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായി ഉദ്ഘാടന ദിവസം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ പവന് 1000 രൂപ അധികമായി ലഭിക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55%, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് 60% വരെയും കിഴിവ് ലഭിക്കും. മണിക്കൂറുകൾ തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാറും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7306501035 7306501040. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള തൃശൂരിലെ TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ആശീർവാദവും ഉദ്ഘാടനവും പട്ടിക്കാട് ഫെറോന വികാരി ഫാദർ തോമസ് വടക്കൂട്ട് നിർവഹിച്ചു. കുരിയച്ചിറ സെന്റ് ജോസഫ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ വേലുക്കാരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷാജു പുലിക്കോടൻ, ജനറൽ മാനേജർ ഉണ്ണി ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. ആധുനിക ഡിസൈനിലും ഫാഷനിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ കമനീയ ശേഖരമാണ് TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിർമ്മാണ വിലയിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആനിവേഴ്സറി പ്രമാണിച്ച് ആകർഷകമായ ഓഫറുകളോടെ കസ്റ്റമേഴ്സിന് ആഭരണങ്ങൾ സ്വന്തമാക്കാം. സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയുടെ 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% കിഴിവ്, 1 ലക്ഷത്തിന് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം, പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ സ്കീമുകൾ തുടങ്ങിയ ഓഫറുകൾ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9388532850. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9270 രൂപ, പവന് 74,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ മുൻ ജില്ലാ കളക്ടർ കൃഷ്ണതേജയെ പിന്തുണച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഉയർന്നുവന്ന ആരോപണങ്ങൾ വസ്തുതാപരമായി ശരിയല്ലെന്ന വിശദീകരണം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തൃശൂർ ACPക്ക് മൊഴി നൽകി കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. സ്വകാര്യ ബസ് ഉടമകൾക്ക് താക്കീതുമായി മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകൾ സമരം ചെയ്താൽ KSRTCയെ ഉപയോഗിച്ച് നേരിടുമെന്ന മുന്നറിയിപ്പ്. ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി.
പാലിയേക്കര ടോൾ ദുരിതത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. ടോൾ നൽകി എന്തിനാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ജനങ്ങൾ യാത്ര ചെയ്യേണ്ടതെന്ന് കോടതിയുടെ ചോദ്യം. കേസ് വിധി പറയാൻ മാറ്റി. റാപ്പർ വേടനെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതി. 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ജില്ലയിൽ പരക്കെ മഴ. മാളയിലും ദേശമംഗലത്തും വീടുകളുടെ മേൽക്കൂര തകർന്നു. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ചിമ്മിനി ഡാം ചൊവ്വാഴ്ച തുറക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.